അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറുടെ പാർട്ട് 2 വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റത്തെ പാർട്ട് കണ്ടിട്ട് വരാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ്, IT ആക്ട് സംഭവങ്ങളൊക്കെയാണ് നോക്കണത്. ഇതിൽ തിരഞ്ഞെടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ക്ലാസ് എന്തായാലും മിസ് ചെയ്യാണ്ട് മുഴുവൻ കാണാൻ ശ്രമിക്കാം. നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രഥമ ശുശ്രൂഷ എന്നാൽ എന്താണ്? അപകടത്തിലോ അത്യാഹിതത്തിലോ പെട്ട ഒരാൾക്ക് വിദഗ്ധ വൈദ്യസഹായം ലഭിക്കുന്നത് വരെ ജീവൻ നിലനിർത്താനും അവസ്ഥ മോശമാക്കാതിരിക്കാനും നൽകുന്ന അടിയന്തര ചികിത്സ നമുക്കറിയാം. അടുത്ത ക്വസ്റ്റ്യനാണ്, പ്രഥമ ശുശ്രൂഷ എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്ന സംഘടന ഏത്? സംഘടന ചോദിച്ചാൽ എന്ത് പറയണം? സംഘടന ചോദിച്ചാൽ റെഡ് ക്രോസും കൊണ്ടുവന്ന ആളാണ്, വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് സെൻറ്റ് ജോൺ ആംബുലൻസും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവ്. ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് ചോദിച്ചാൽ പറയാം ഫെഡറിക് എസ് മാർക്ക്. ഓപ്ഷൻ സി, ഫെഡറിക് എസ് മാർക്കാണ് ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവ്. എസ് മാർക്ക് ബാൻഡേജിൻ്റെ ആകൃതി എന്താണ്? നല്ലൊരു ക്വസ്റ്റ്യനാണ്. എസ് മാർക്ക് ബാൻഡേജിൻ്റെ ആകൃതിയാണ് ഓപ്ഷൻ സി, ത്രികോണാകൃതി. ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും പോസ് ചെയ്ത് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അഞ്ചാമത്തെ, ഫെഡറിക് എസ് മാർക്കിൻ്റെ പ്രശസ്ത പുസ്തകങ്ങൾ നോക്കി വയ്ക്കാനുള്ള 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് ഓൺ ദ ബാറ്റിൽ ഫീൽഡും ഫസ്റ്റ് എയ്ഡ് ടു ദ ഇഞ്ചേർഡും. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോക പ്രഥമ ശുശ്രൂഷ ദിനം എപ്പോഴാണ്? ലോക പ്രഥമ ശുശ്രൂഷ ദിനം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി, സെപ്റ്റംബറിലെ 2ാം ശനിയാഴ്ചയാണ് ലോക പ്രഥമ ശുശ്രൂഷ ദിനമായിട്ട് ആചരിക്കുന്നത്. 2024 ഫസ്റ്റ് എയ്ഡിൻ്റെ തീം, 2024 തീമാണ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് സ്പോർട്സ്. അങ്ങനെയാണെങ്കിൽ 2025 തീം നോക്കാം. 2025 വേൾഡ് ഫസ്റ്റ് എയ്ഡ് തീമാണ് പ്രഥമ ശുശ്രൂഷയും കാലാവസ്ഥ വ്യതിയാനവും. 2026 ഫസ്റ്റ് എയ്ഡ് എത്തിയിട്ടില്ല, അപ്പോൾ 2025 വരെയുള്ളത് പഠിച്ചു വയ്ക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ പഞ്ചായത്ത് ഏത്? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ചേലമ്പ്ര പഞ്ചായത്ത്. പ്രഥമ ശുശ്രൂഷയുടെ പ്രധാന ലക്ഷ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ജീവൻ രക്ഷിക്കുക, അവസ്ഥ കൂടുതൽ ഗുരുതരമാക്കാതിരിക്കുക, ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുക, വേദന കുറയ്ക്കുക. ഒരു വട്ടം ചോദിച്ച ക്വസ്റ്റ്യനാണ്. ആശുപത്രിയിൽ എത്തിക്കുക എന്ന് പറയുന്നത് പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമാണോ ചോദിച്ചിട്ട് ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ വന്നിട്ടുണ്ടായി. ആശുപത്രിയിൽ എത്തിക്കണം എന്തായാലും, പക്ഷെ അത് പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമില്ല. പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ 4 എണ്ണം, ഓർത്തിരിക്കാം. 12ാമത് നോക്കാം. താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത് ഏത്? ജീവൻ രക്ഷിക്കുക, കൂടുതൽ മുറിവുകളില്ലാതെ സംരക്ഷിക്കുക, രോഗമുക്തി സഹായിക്കുക. മുകളിൽ പറഞ്ഞവയെല്ലാം നമുക്ക് വേഗം കണ്ടുപിടിക്കാവുന്നുള്ളൂ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഇനി പ്രഥമ ശുശ്രൂഷകന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ: നല്ല നിരീക്ഷണ പാഠം ഉണ്ടായിരിക്കണം, ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, ലക്ഷ്യോന്മുഖമായി പ്രവർത്തിക്കാനുള്ള കഴിവ്, വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകാനുള്ള കഴിവ്, സ്വന്തം കഴിവും പരിമിതിയും മനസ്സിലാക്കുക, രോഗലക്ഷണങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ്. നമുക്കറിയണ സംഭവങ്ങളായതുകൊണ്ടാണ് വേഗം വായിച്ചു പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മോഡേൺ ഫസ്റ്റ് എയ്ഡിൻ്റെ ഫാദർ, നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യൻ ഏതാണ്? ഫെഡറിക് എസ് മാർക്ക്. ഇനി ഫസ്റ്റ് എയ്ഡിൻ്റെ കൺസെപ്റ്റ് കൊണ്ടുവന്ന ആളാണ് സെൻറ്റ് ജോൺ ആംബുലൻസ്, 1879. ഫസ്റ്റ് എയ്ഡിൻ്റെ സിമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളയിൽ ചുവപ്പ് കുരിശെന്നൊന്നും പറയരുത്, ഇത് റെഡ് ക്രോസിൻ്റെ ആണ്. പച്ച പശ്ചാത്തലത്തിലുള്ള വെള്ള കുരിശാണ് ഫസ്റ്റ് എയ്ഡിൻ്റെ ചിഹ്നം. പച്ച പശ്ചാത്തലത്തിലുള്ള വെള്ള കുരിശ്. എസ് മാർക്ക് ബാൻഡേജ് ട്രയാങ്കുലർ ആണ്. വേൾഡ് ഫസ്റ്റ് എയ്ഡ് സെപ്റ്റംബർ 2ാമത്തെ ശനിയാഴ്ച ആയിരിക്കും. 2024 തീം ഫസ്റ്റ് എയ്ഡ് ആൻഡ് സ്പോർട്സ് ആണെങ്കിൽ 2025 തീമാണ് പ്രഥമ ശുശ്രൂഷയും കാലാവസ്ഥാ വ്യതിയാനവും, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഫസ്റ്റ് എയ്ഡിൻ്റെ ലക്ഷ്യങ്ങളാണ് പ്രിസർവ് ലൈഫ്, പ്രിവെൻറ്റ് ഡെറ്റോറിയേഷൻ, പ്രൊമോട്ട് റിക്കവറി. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് സംഭവമാണ് ഡ്രാബിൻ്റെ ഫുൾ ഫോമാണ് എന്ത്? ഡേഞ്ചർ റെസ്പോൺസ് എയർവേ ബ്രീത്തിങ്. ഇനി പ്രഥമ ശുശ്രൂഷന് അറിയേണ്ട 3 നിയമങ്ങൾ നമുക്ക് 3 C എന്നായിട്ട് പറയാം. 3 C's ആണ്. ഫസ്റ്റ് C ചെക്ക്, 2ാമത്തെ കോള്, പിന്നെ കെയർ. ചെക്ക്, കോള്, കെയർ. ഇനി ഡ്രാബിൻ്റെ ഫുൾ ഫോം അപ്പോൾ പഠിക്കണം. 3C എന്താണെന്ന് പഠിക്കണം. ഇനി ഹെവി ബ്ലീഡിങ് ഒക്കെ വരാണെങ്കിൽ എന്ത് ചെയ്യണം? ബ്ലീഡിങ് ഫസ്റ്റ് നിർത്തണം,
ബ്രീത്തിങ് ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ അല്ലെങ്കിൽ CPR. ഓക്കെ, ഇനി ഒരു പ്രഥമ ശുശ്രൂഷകൻ്റെ സ്വയരക്ഷാ ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? റബ്ബർ ഗ്ലൗസ്, ഫേസ് മാസ്ക്, നേത്ര സംരക്ഷണ കവചം, ഇതൊക്കെ വേണം. സ്റ്റെതസ്കോപ്പ് ഉണ്ടാവില്ല. സ്റ്റെതസ്കോപ്പ് ആരുടെ കയ്യിൽ ഉണ്ടാവുക? സ്റ്റെതസ്കോപ്പ് ഡോക്ടേഴ്സിൻ്റെ കയ്യിലായിരിക്കും ഉണ്ടാവുക. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് മരുന്നുകളുടെ പേരുകൾ നമുക്കറിയണം. അലർജിക്കുള്ള മരുന്നാണ് സെറ്റിറൈസിൻ. തലവേദനയ്ക്കുള്ള മരുന്നാണ് സാരിഡോൺ, ആസ്പിരിൻ. രണ്ടൊന്നാണ് തലവേദനയ്ക്കുള്ളതാണ്, സാരിഡോൺ, ആസ്പിരിൻ. ഇനി നെഞ്ചുവേദനയൊക്കെ വന്നാൽ കഴിക്കണ മരുന്നാണ് ആസ്പിരിൻ. തലവേദനയ്ക്ക് നെഞ്ചുവേദനയ്ക്ക് അപ്പോൾ കോമൺ ആയിട്ട് ആസ്പിരിൻ വരുന്നത്. ഇനി നെഞ്ചരിച്ചില്, അസിഡിറ്റി, നമ്മുടെ ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കാണ്ടാവുമ്പോഴാണ് ഇതൊക്കെ വരിക. അപ്പോൾ ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കാൻ എന്ത് കഴിച്ചാൽ മതി? ഡൈജീൻ കഴിച്ചാൽ മതി. ഡൈജീൻ. മൂക്കടപ്പ് വന്നാൽ നമുക്കറിയാം വേപ്പോ റബ്ബ് കഴിക്കും. വേപ്പോ റബ്ബ് കഴിക്കില്ല, വേപ്പോ റബ്ബ് നമ്മൾ എടുക്കും, സ്മെല്ല് ചെയ്യും. ഓക്കെ, ഇനി പനി വന്നാൽ അറിയാം പാരസിറ്റാമോൾ. മലബന്ധം വരുമ്പോൾ ഉപയോഗിക്കേണ്ടതാണ് ഇസ്ബഗോൾ ഹസ്ക്. ഓക്കെ, ഇനി നിർജ്ജലീകരണത്തിൻ്റെ നമുക്കറിയാം ORS ലായനി. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകൾ നോക്കാം. കുറേ നമ്പറുകളുണ്ട്, അതിൽ പ്രധാനപ്പെട്ടത് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദിശയുടെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1056. കെംപ് ആംബുലൻസ് സർവീസിന് നമ്പർ 102 ഉണ്ട്, 108 ഉണ്ട്. അപ്പോൾ KEMP ആംബുലൻസ് ഇതെന്താണ്? 108. അപ്പോൾ ആംബുലൻസിൻ്റെ നമ്പർ 102ഉം 108 ഓർത്തിരിക്കുക. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നമ്പറാണ് 1079. ജില്ലാ അടിയന്തരഘട്ട നിർവഹണ കേന്ദ്രത്തിൻ്റെ നമ്പറാണ് 1077. അതുപോലെ ക്രൈം സ്റ്റോപ്പർ നമ്പറാണ് 1090. ഫ്ലഡ് ഹെൽപ്പ് ലൈൻ, അതായത് വെള്ളപ്പൊക്കം വരുമ്പോൾ ഉപയോഗിക്കുന്ന നമ്പറാണ് 1070 അല്ലെങ്കിൽ 1077. നമ്മൾ ജില്ലാ അടിയന്തര നിർവഹണത്തിനും ഫ്ലഡ് ഹെൽപ്പ് ലൈനും, ജില്ലാ അടിയന്തരം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലഡ് അതാണല്ലോ, ഒരു അടിയന്തര ഘട്ടമാണല്ലോ, അപ്പോൾ അത് കണക്ട് ചെയ്ത് പഠിക്കുക. പിങ്ക് പോലീസിൻ്റെ നമ്പറാണ് 1515. അവരെ വണ്ടിയുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. പോലീസിൻ്റെ നമ്പർ നമുക്ക് എല്ലാവർക്കും അറിയാം, 100 ഫയർഫോഴ്സിൻ്റെ 101, ആംബുലൻസ് 102 അല്ലെങ്കിൽ 108. ദേശീയ എമർജൻസി നമ്പറാണ് 112. അതുപോലെ വനിതാ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1091. അതുപോലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1098. എയ്ഡ്സ് ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1097. അതുപോലെ റെയിൽവേ അപകട അടിയന്തര സേവനത്തിനുള്ള നമ്പർ 1072. റോഡ് അപകട അടിയന്തര സേവനം 1073. ദേശീയ ദുരന്ത നിവാരണ സേന 1078. അതുപോലെ LPG ലീക്കായിട്ടുള്ള ഹെൽപ്പ് ലൈനാണ് ഇത് 1906. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റെഡ് ക്രോസ് സ്ഥാപിച്ചത് ആരാണ്? റെഡ് ക്രോസ് സ്ഥാപിച്ച വ്യക്തിയാണ് ഹെൻറി ഡ്യൂനന്റ്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നമുക്കറിയാം സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം ഏത്? റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷമാണ് 1863. അങ്ങനെയാണെങ്കിൽ 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം ഏത്? ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷമാണ് 1920. ഓപ്ഷൻ ബി 1920. 19 നോക്കാം. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? അതെവിടെയാണ്? ഓപ്ഷൻ എ ന്യൂഡൽഹിയാണ്. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ സി ന്യൂഡൽഹി. റെഡ് ക്രോസ് റോഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ ന്യൂഡൽഹിയിലാണിത് സ്ഥിതി ചെയ്യുന്നത്, റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം. ഇനി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തിയാണ് ഓപ്ഷൻ ബി ക്ലോഡ് ഹിൽ. ഇനി താഴെ പറയുന്നവയിൽ റെഡ് ക്രോസിൻ്റെ ചിഹ്നമല്ലാത്തത് ഏത്? ഓപ്ഷൻസ് നോക്കാം. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി റെഡ് സ്റ്റാർ ആണ്. റെഡ് ക്രോസിൻ്റെ ചിഹ്നങ്ങളാണ് റെഡ് ക്രോസ്, റെഡ് ക്രസൻറ്റ്, റെഡ് ക്രിസ്റ്റൽ. ഓക്കെ, റെഡ് ക്രോസിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടില്ലാത്ത വർഷം ഏത്? ഇതിൻ്റെ ആൻസർ 1973. അപ്പോൾ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാണ് 1917 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്ത്, 1944 രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്ത്, അതുപോലെ 1963. അങ്ങനെ 3 വർഷത്തിലാണ് റെഡ് ക്രോസിന് നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ഇനി 23 ലോക റെഡ് ക്രോസ് ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ലോക റെഡ് ക്രോസ് ദിനം ആചരിക്കുന്നതാണ് ഓപ്ഷൻ ബി മെയ് 8. മെയ് 8-നാണ് ലോക റെഡ് ക്രോസ് ദിനം.
അങ്ങനെയാണെങ്കിൽ 2025 ലോക റെഡ് ക്രോസ് ദിനത്തിൻ്റെ പ്രധാന തീം മനുഷ്യത്വത്തോടെ ജീവനെ നിലനിർത്തുക. മനുഷ്യത്വത്തോടെ ജീവനെ നിലനിർത്തുക, കീപ്പ് ഹ്യൂമാനിറ്റി അലൈവ്. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രകൃതി ക്ഷോഭങ്ങളിലും വെള്ളപ്പൊക്കങ്ങളിലും രക്ഷാപ്രവർത്തനത്തിനായി രൂപം കൊണ്ട സംഘടന ഏത്? സംഘടനയാണ് ഓപ്ഷൻ സി റോയൽ ഹ്യൂമൻ സൊസൈറ്റി. അങ്ങനെയാണെങ്കിൽ ചോദ്യം ചോദിക്കാം, റോയൽ ഹ്യൂമൻ സൊസൈറ്റി സ്ഥാപിതമായത് എവിടെ? ഇതിന് ആൻസറാണ് ഓപ്ഷൻ ബി ലണ്ടൻ. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വ്യവസായ സ്ഥാപനങ്ങളിലെ പ്രഥമ ശുശ്രൂഷ കിറ്റിൻ്റെ മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കുന്ന സംഘടന ഏത്? ആ സംഘടനയാണ് OSHA. ഒഷ എന്നൊക്കെ പറഞ്ഞ് ഓർത്തിരിക്കാം. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തൊഴിലാളികൾക്ക് ആവശ്യമായ പ്രഥമ ശുശ്രൂഷ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന നിയമം ഏത്? ആ നിയമമാണ് ഏത്? ഓപ്ഷൻ സി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻ ആക്ട് 1981. വർഷമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, 1981 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതുപോലെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? നമ്മളിപ്പോൾ നോക്കി തന്നെ 1981. ഓക്കെ. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉച്ഛ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്ര? ഉച്ഛ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവാണ് 0.04%. ഓപ്ഷൻ സി 0.04. SCRT പ്രകാരമാണെങ്കിൽ 0.05 ഒക്കെ വരുന്നുണ്ട്, ശ്രദ്ധിക്കാം. ഇനി 30 നോക്കാം. നിശ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവ്. നിശ്വാസം എന്ന് പറയുമ്പോൾ ഏതാണ്? പുറത്തേക്ക് വിടുന്നതാണ്. ഓപ്ഷൻ ബി വരും 14%. 14%. നമ്മൾ അകത്തേക്ക് എടുക്കുന്ന ഓക്സിജൻ 21% ആണ്, അതിൽ 14% പുറത്തേക്ക് വിടും. ഇനി നിശ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്. നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൽ 5% എന്തായിരിക്കും? ഇതായിരിക്കും. പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിൽ 5% കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഓപ്ഷൻ സി 5%. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലുമുള്ള നൈട്രജൻ്റെ അളവ് എത്രയാണ്? എത്രയാണ്? 78%. ഓപ്ഷൻ ഡി വരും. അതുപോലെ 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വായു അറകളിൽ നിന്നും രക്തലോമങ്ങളിലേക്ക് ഡിഫ്യൂഷൻ വഴി സംവഹിക്കുന്ന വാതകം ഏത്? ക്വസ്റ്റ്യൻ ഇത്തിരി ടഫായാലും ആൻസർ എന്താണ്? നമുക്കറിയാം, ഓക്സിജൻ ആണ്. ഓക്സിജൻ. 34 വിശ്രമാവസ്ഥയിലുള്ള ഒരു മുതിർന്ന വ്യക്തിയുടെ സാധാരണ ശ്വസന നിരക്ക് എത്രയാണ്? ഓപ്ഷൻ ബി ആണ് 12 മുതൽ 18 വരെ. അങ്ങനെയാണെങ്കിൽ നവജാത ശിശുവിൻ്റെ ശ്വസന നിരക്ക് എത്രയാണ്? അത് ഓപ്ഷൻ സി വരും 30 മുതൽ 40 വരെ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള കുട്ടികളുടെ സാധാരണ ശ്വസന നിരക്ക് എത്രയാണ്? കുട്ടികളുടെ ശ്വസന നിരക്ക് 16 മുതൽ 20 വരെ വരും. 16 മുതൽ 20 വരെ. ഓക്കെ. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടൈഡൽ വോളിയം ശരാശരി എത്രയാണ്? നല്ലൊരു ക്വസ്റ്റ്യനാണ്. ടൈഡൽ വോളിയം ശരാശരി 500 ml ആണ്. 500 ml ആണ് ടൈഡൽ വോളിയം. 38 ശക്തമായ നിശ്വാസത്തിന് ശേഷം ശ്വാസകോശത്തിൽ അവശേഷിക്കുന്ന വായുവിൻ്റെ അളവ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അതാണ് ബാക്കിയുള്ള ഇതിനെ പറയുന്നതാണ് റെസിഡ്വൽ വോളിയം. ഓപ്ഷൻ സി റെസിഡ്വൽ വോളിയം. അങ്ങനെയാണെങ്കിൽ റെസിഡ്വൽ വോളിയം ഏകദേശം എത്രയാണ്? റെസിഡ്വൽ വോളിയം ഏകദേശം 1100 മുതൽ 1200 ml വരെയാണെന്ന് ഓർക്കാം. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ശരാശരി എത്രയാണ്? നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് അത് ഏകദേശം 2500 മുതൽ 3000 ml വരെയാണെന്നുള്ളത് ഓർക്കാം. അതുപോലെ എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത് 1000 മുതൽ 1100 ml വരെയാണ്. ഇനി ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി വരും TV + IRV. അതായത് നമ്മുടെ ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, അതാണ് TV + IRV. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫങ്ഷണൽ റെസിഡ്യുവൽ വോളിയം എന്നത് ഏതിൻ്റെ ആകെ തുകയാണ്? അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ERV + RV. ഓപ്ഷൻ ഡി ERV + RV. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആരോഗ്യവാനായ പുരുഷൻ്റെ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം എത്രയാണ്? വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം 4.5 ലിറ്ററാണ്. ഓപ്ഷൻ ബി 4.5. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആരോഗ്യവതിയായ സ്ത്രീയുടെ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം എത്രയാണ്? സ്ത്രീയുടെ ആണെങ്കിൽ 3 ലിറ്റർ വരും കേട്ടോ, 3 ലിറ്റർ. 46ാമത്തെ നോക്കാം. ശ്വസന സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന വായുവിൻ്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? അതാണ് സ്പൈറോമീറ്റർ. ഓർത്തിരിക്കുക, സ്പൈറോമീറ്റർ.
ഇനി മാക്സിമം ഇൻഹലേഷന് ശേഷം പരമാവധി പുറത്തേക്ക് വിടാവുന്ന വായുവിൻ്റെ അളവിനെ എന്താണ് വിളിക്കുന്നത്? അതിനാണ് എന്ത് വിളിക്കണത്? ജൈവക്ഷമത അല്ലെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി 1 മിനിറ്റിൽ ഏകദേശം എത്ര വായു ഉച്ഛ്വസിക്കാനോ നിശ്വസിക്കാനോ കഴിയും? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 6000 മുതൽ 8000 ml വരെ. ഇനി അപകടം മൂലം ബോധരഹിതനായ ഒരാൾക്ക് നൽകുന്ന അടിയന്തര പ്രഥമ ശുശ്രൂഷ ABC എന്നറിയപ്പെടുന്നു. ഇതിൽ എ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ABCയിലെ എ സൂചിപ്പിക്കുന്നത് ഇതിനാണ്, എയർവേ. എ ആണ് ഓപ്ഷൻ ബി, എയർവേ. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ, ABCയിൽ ബി എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ABCയിൽ ബി സൂചിപ്പിക്കുന്നത് ബ്രീത്തിങ്ങിനാണ്. അതിനാണെങ്കിൽ സി സൂചിപ്പിക്കേണ്ടോ? സി സൂചിപ്പിക്കുന്നത് സർക്കുലേഷനും ഉണ്ട് കംപ്രഷനും ഉണ്ട്. അതായത് ആ വ്യക്തി ശ്വസിക്കുന്നുണ്ടോ നോക്കാം. സർക്കുലേഷൻ കറക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? CPR കൊടുക്കണം. അപ്പോൾ സർക്കുലേഷൻ ഓർ കംപ്രഷൻ വരട്ടാ. ഓക്കെ, 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രീത്തിങ് പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന 4 രീതികളേവ? അതാണ് ഏതൊക്കെ? ലുക്ക്, ലിസൺ, ഫീൽ, ചെക്ക്. ഓപ്ഷൻ എ വരും, ലുക്ക്, ലിസൺ, ഫീൽ, ചെക്ക്. 53ാമത്തെ നോക്കാം. ശ്വസന ലക്ഷണങ്ങൾ പരിശോധിക്കുമ്പോൾ എത്ര സെക്കൻഡിൽ കൂടുതൽ നിരീക്ഷിക്കണം? എത്ര സെക്കൻഡിൽ കൂടുതൽ നിരീക്ഷിക്കണം? 10 സെക്കൻഡിൽ കൂടുതൽ എന്ത് ചെയ്യണം? നിരീക്ഷിക്കണം കേട്ടോ. ഓക്കെ, അതുപോലെ 54ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. CPRൻ്റെ പൂർണ്ണരൂപം. ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ്. CPRൻ്റെ പൂർണ്ണരൂപമാണ് കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ. അതുപോലെ CPRൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പീറ്റർ സഫറാണ്. പീറ്റർ സഫറാണ് CPRൻ്റെ പിതാവ് എന്ന് ഓർത്തിരിക്കുക. CPR നെഞ്ചിൽ അമർത്തലും കൃത്രിമ ശ്വാസം തമ്മിലുള്ള അനുപാതം എത്രയാണ്? നെഞ്ചിൽ അമർത്തലും കൃത്രിമ ശ്വാസവും തമ്മിലുള്ള അനുപാതമാണ് എത്ര? 30:2 എന്ന് ഓർത്തിരിക്കുക. 30:2. 57ാമത്തെ നോക്കാം. പൾസ് പരിശോധിക്കാൻ കഴുത്തിലെ ഏത് ധമനിയാണ് പരിശോധിക്കേണ്ടത്? കഴുത്തിലെ പൾസൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഏത് ധമനിയാണ്? ധമനിയുടെ പേരാണ് കരോട്ടിഡ് ധമനി. കരോട്ടിഡ് ധമനി വേണം പരിശോധിക്കാനായിട്ട്. 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. CPRൽ CAB എന്നതിലെ ശരിയായ ക്രമം ഏത്? CABയിലെ ശരിയായ ക്രമമാണ് സർക്കുലേഷൻ, എയർവേ, ബ്രീത്തിങ്. ഓപ്ഷൻ എ, സർക്കുലേഷൻ, എയർവേ, ബ്രീത്തിങ്. ഇതുപോലെ ഇനി IT ആക്ടിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊക്കെ എല്ലാം എന്താണ്? പ്രീവിയസ് ഇയർ ചോദിച്ചതും വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടും മിക്സ് ചെയ്താണ് ഇട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനുകളിലേക്ക് കിടക്കാം. ഇന്ത്യൻ വിവരസാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം ഏത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ 2000 ആണ്. 2000ലാണ് വിവരസാങ്കേതിക നിയമം നിലവിൽ വന്നത്. ഇനി സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് കടന്നു കയറുന്ന സൈബർ ക്രിമിനലിനെ വിളിക്കുന്ന പേര് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? ഓപ്ഷൻ ബി ആണ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ. 3ാമത്തെ ക്വസ്റ്റ്യൻ. മനുവിൻ്റെ കമ്പ്യൂട്ടറിലെ ഔദ്യോഗിക റിപ്പോർട്ടിൽ വൈറസ് കലർത്തി നശിപ്പിച്ച് വിനുവും അതിന് സഹായം നൽകി വരുണും ചെയ്ത കുറ്റം ഏത്? അങ്ങനെയാണെങ്കിൽ വരുൺ ചെയ്ത കുറ്റം ഈ ഓപ്ഷൻ പ്രകാരം ഏതാണെന്ന് നോക്കുക. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് വൈറസ് കലർത്തി നശിപ്പിക്കുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയ്ക്ക് എന്താണ്? നാശനഷ്ടം വരുത്തൽ. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാണ്. ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് നടിച്ച് അക്കൗണ്ട് വിവരങ്ങൾ തട്ടിയെടുത്ത് പണം പിൻവലിച്ചത് ഏത് കുറ്റമാണ്? ഓപ്ഷൻ എ വരും, അത് ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണ്. അതിൻ്റെ സെക്ഷനൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. 66C വരും. ഓക്കെ, കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട IT ആക്ട് 2000 വ്യവസ്ഥ ഏതാണ് വരുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. വകുപ്പ് 43 വരും, 66 വരും. ഇതൊക്കെ PYക്കാണ് കേട്ടോ. വൈറസ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം മാത്രം പോകരുത്, 2 സെക്ഷനും വരും, 43 66. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ. വിവര സാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം അല്ലെങ്കിൽ ചിത്രം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിനുള്ള ആ കുട്ടിയുടെ പ്രായം എത്രയാണ്? നല്ലൊരു ക്വസ്റ്റ്യനാണ്. കുട്ടിയുടെ പ്രായമാണ് 18 വയസ്സിൽ താഴെ. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് ഡോക്യുമെൻറ്റുകൾ സംരക്ഷിക്കുന്നതിനുള്ള വകുപ്പ് ഏത്? സോഴ്സ് കോഡ് എന്നൊക്കെ പറയാം. സോഴ്സ് കോഡ് ടാമ്പറിങ് ചെയ്യണമെന്നുള്ളതൊക്കെയാണ്. ഓപ്ഷൻ ബി വരും, സെക്ഷൻ 65. ഓക്കെ, ഇനി നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അനധികൃതമായ അക്കാദമിക് നെറ്റ്വർക്കിൽ പ്രവേശിച്ച് ഫയലുകൾ ഇല്ലാതാക്കുകയും പാസ്വേഡുകളും മാറ്റുകയും ചെയ്ത് ഏത് വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണെന്ന്? അത്
ഓപ്ഷൻ സി വരും, ഹാക്കിംഗ് ആണ്. സെക്ഷൻ 66. ഇനി മുൻകൂർ അനുമതി ഇല്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നത് ഏത് വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ്? അത് ഓപ്ഷൻ ബി വരും. അതെന്താണ്? 66 അതും ഹാക്കിങ്ങിൻ്റെ കീഴിൽ വരും. ഇനി കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷയാണ് 3 വർഷം തടവും 5 വർഷം പിഴയും, അല്ലെങ്കിൽ രണ്ടും കൂടി. ഡാറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥർ ആരാണ്? അതാരാണ്? സെൻസിറ്റീവ് വ്യക്തിഗത ഡാറ്റ കൈവശം വയ്ക്കുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ഏതൊരു കമ്പനിയും. ഓക്കെ. ഇനി ഇമെയിൽ വഴി അശ്ലീല ചിത്രങ്ങൾ അയച്ച് IT ആക്ടിലെ ഏത് വകുപ്പിൻ്റെ ലംഘനമാണെന്ന്? ഓപ്ഷൻ ബി ആണ്, 67A ആണ്. അശ്ലീലം വരുന്നത് 67A. കുട്ടികളുടെ വരുമ്പോഴോ 67B ആണെന്ന് ഓർക്കാതെ. നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മനഃപൂർവ്വം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വൈറസ് പ്രവേശിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? മനഃപൂർവ്വം എന്ന് പറയുമ്പോൾ അത് നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് സെക്ഷൻ 43 വരും, ഓപ്ഷൻ എ വരും. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ 43 പറഞ്ഞ പ്രവൃത്തി എങ്ങനെ ചെയ്താൽ കമ്പ്യൂട്ടർ സംബന്ധമായ കുറ്റകൃത്യമാകും? അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സത്യസന്ധതയില്ലാതെ അല്ലെങ്കിൽ വഞ്ചനയോടെ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷയാണ് 3 വർഷം തടവും 1 ലക്ഷം പിഴയും. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ 67A പ്രകാരം ലൈംഗികത വ്യക്തമാക്കുന്ന ഉള്ളടക്കം പ്രസിദ്ധീകരിച്ചതിന് രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള കുറ്റത്തിന് പരമാവധി ശിക്ഷ എത്രയാണ്? അതെത്രയാണ്? 7 വർഷം തടവും 10 ലക്ഷം പിഴയും. 7 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. IT ആക്ട് നിലവിൽ വന്ന തീയതി നമുക്ക് എല്ലാവർക്കും അറിയാം, 17/10/2000 ഒക്ടോബർ 17 നിലവിൽ വന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ. IT ആക്ടിൽ സൈബർ ടെററിസത്തെ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? കുറേ വട്ടം റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. 66F ആണ് സൈബർ ടെററിസം. 19 നോക്കാം. വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരാളെ അപകീർത്തിപ്പെടുത്തുന്നത് ഏത് വകുപ്പ് പ്രകാരം ശിക്ഷാർഹമാണ്? ഇതിന് ആൻസർ അപകീർത്തിപ്പെടുത്തുന്നത് വേറെ അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ട് 2 അക്കൗണ്ടൊക്കെ ഉപയോഗിക്കുന്നത് ഏതിലാണ് വരുന്നത്? 66D വരുന്നത്. ഓപ്ഷൻ എ 66D. ഇനി IT ആക്ടിലെ സെക്ഷൻ 66C എന്തിനെ കുറിച്ച് പറയുന്നു? 66C ഐഡൻറ്റിറ്റി മോഷണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ വിവരസാങ്കേതിക നിയമപ്രകാരം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം അതേതാണ്? അത് നമ്മുടെ സൈബർ ടെററിസം. 66F പ്രകാരം സൈബർ ടെററിസം. ഓപ്ഷൻ ഡി. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്താണ് അറിയപ്പെടുന്നത്? അത് സൈബർ പോണോഗ്രഫി എന്ന പേരിൽ അറിയപ്പെടും. സെക്ഷൻ 66A അത് വരുന്നത്. 23 നോക്കാം. IT ആക്ട് പ്രകാരം യൂസർ നെയിം, പാസ്വേഡ് തുടങ്ങിയവ ചോർത്തി ഉപയോഗിക്കുന്നതിന് ലഭിക്കുന്ന പരമാവധി ശിക്ഷ എത്ര? പരമാവധി ശിക്ഷ എത്രയാണ്? 3 വർഷം വരെ തടവാണ്. 3 വർഷം വരെ തടവ്. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. IT ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി ശിക്ഷ എത്രയാണ്? അത് തീവ്രവാദമാണെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും? ജീവപര്യന്തം വരെ തടവായിരിക്കും. ഇനി കുട്ടികളുടെ ഉള്ളടക്കം പ്രചരിപ്പിക്കുന്ന വ്യക്തിക്ക് തുടർച്ചയായ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്, 7 വർഷം തടവും 10 ലക്ഷം. റിപ്പീറ്റ് ചെയ്യുമ്പോൾ 7 വർഷം തടവും 10 ലക്ഷം പിഴയും. ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു തരാത്തവരാണെങ്കിൽ ഒന്നുകൂടി നോക്കി ഒന്നുകൂടി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ചു പോവുക. അപ്പോൾ നന്നായിട്ട് പോയിട്ട് എക്സാം എഴുതാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ഫയർ ഓഫീസേഴ്സും എല്ലാവരുമായിട്ട് വരട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.